എപ്പോൾ വേണമെങ്കിലും എൻ്റെ അക്കൗണ്ട് ഡിലീറ്റ് ആയേക്കാം. ഈ വീഡിയോ ബാൻ ചെയ്യാനും ചാൻസ് ഉണ്ട്. അതുകൊണ്ട് മാക്സിമം ഷെയർ ചെയ്യുക. BJP ഗവൺമെന്റ് പുതിയ നിയമങ്ങൾ കൊണ്ടുവന്നിരിക്കുകയാണ്. അവരോട് ചോദ്യങ്ങൾ ചോദിക്കാനും പാടില്ല, ക്രിട്ടിസൈസ് ചെയ്യാനും പാടില്ല, അവരുടെ അഴിമതികളെ എക്സ്പോസ് ചെയ്യാനും പാടില്ല. അവരെ പറ്റി മാത്രം പുകഴ്ത്തി പറയണം. പുതിയ IT ആക്ട് സെക്ഷൻ 69A പ്രകാരം ഗവൺമെന്റിന് ഇഷ്ടമില്ലാത്ത വീഡിയോസ് റിമൂവ് ചെയ്യാനും ബാൻ ചെയ്യാനുമുള്ള അധികാരം കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിൽ ഏറ്റവും അപകടകരമായ കാര്യം റൂൾ 16 ആണ്. ഇതനുസരിച്ച് എന്തുകൊണ്ടാണ് ഒരു വീഡിയോ ബാൻ ചെയ്തതെന്ന് പുറത്തു പറയാൻ പോലും പാടില്ല. അത് രഹസ്യമാക്കി വെക്കാം. 8 മില്യൺ സബ്സ്ക്രൈബേഴ്സ് ഉള്ള ന്യൂസ് ചാനലുകൾ വരെ ഇപ്പോൾ ബാൻ ചെയ്തു കഴിഞ്ഞു. ഒരു മാസം മുമ്പ് ശ്യാം മീര സിംഗ്, അർപ്പിത് ശർമ്മ, കാർട്ടൂണിസ്റ്റ് സതീഷ് ആചാര്യ അങ്ങനെ 1000-ലധികം ക്രിയേറ്റേഴ്സിന്റെ വീഡിയോ ബാൻ ചെയ്തു. ഇനി എത്ര അക്കൗണ്ടുകൾ സസ്പെൻഡ് ചെയ്തിട്ടുണ്ടെന്ന് എന്ന കൃത്യമായി കണക്കില്ല. നിങ്ങൾ ഈ വീഡിയോ കണ്ടു കാണും. ഒരു കോമഡിയും നമ്മുടെ പ്രധാനമന്ത്രിയും മറ്റ് രാജ്യങ്ങളിലെ മിനിസ്റ്ററുമായി സംസാരിക്കുന്നത് മിമിക്രി ചെയ്തതാണ്. 16 മില്യൺ വ്യൂസ് ഉണ്ടായിരുന്ന ആ വീഡിയോ പോലും ബാൻ ചെയ്തു. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത് നമ്മുടെ രാജ്യം ജനാധിപത്യത്തിൽ നിന്നും ഏകാധിപത്യത്തിലോട്ട് ഡിക്റ്റേറ്റർഷിപ്പിലോട്ട് പോവുകയാണെന്ന്. സർക്കാരിനോട് ചോദ്യങ്ങൾ ചോദിക്കുന്നവരെ വാ അടപ്പിക്കുകയാണ് ഇപ്പോൾ ചെയ്യുന്നത്. നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്നത് മുമ്പത്തെ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിനെയും ഫിനാൻസ് മിനിസ്റ്ററിനെയും രൂപയുടെ വില 55 ആയപ്പോൾ മീഡിയ കളിയാക്കുന്നതാണ്. ഇന്ന് രൂപയുടെ മൂല്യം 93 റെക്കോർഡിൽ താഴ്ചയിലാണിത്. ഏഷ്യയിലെ ഏറ്റവും വേഴ്സ്റ്റ് പെർഫോമിംഗ് കറൻസി ഇന്ത്യയുടെയാണ്. ഏതെങ്കിലും മെയിൻ സ്ട്രീം മീഡിയ ഇതിനെപ്പറ്റി എന്തെങ്കിലും പോസ്റ്റ് ചെയ്തോ? ഇല്ല. കാരണം ഇന്ത്യയിലുള്ള മീഡിയകളെല്ലാം സർക്കാരും കോർപ്പറേറ്റുകളും വാങ്ങിയിരിക്കുകയാണ്. വേൾഡ് പ്രസ് ഫ്രീഡം ഇൻഡെക്സിൽ 180 രാജ്യങ്ങളിൽ നമ്മൾ 151 മെയിൻ സ്ട്രീം മീഡിയ കൺട്രോൾ ചെയ്തതിനു ശേഷം ഇനി മോദി ഗവൺമെന്റ് സോഷ്യൽ മീഡിയയും കൂടി കൺട്രോൾ ചെയ്യാൻ പോവുകയാണ്. അതിനായി അവരൊരു ഫാക്ട് ചെക്ക് യൂണിറ്റ് വരെ കൊണ്ടുവന്നു. അവർക്ക് തോന്നുന്ന ഏത് വാർത്തയും ഫേക്ക് എന്ന് മുദ്ര കുത്തി ഡിലീറ്റ് ചെയ്യിപ്പിക്കാം. സർക്കാരിനെ ക്രിട്ടിസൈസ് ചെയ്യുന്ന അക്കൗണ്ടുകൾ ബ്ലോക്ക് ചെയ്യുന്നു. ചില വീഡിയോസ് ബാൻ ചെയ്യുന്നതിന് കാരണം പോലും നൽകാതെയാണ് പ്ലാറ്റ്ഫോമുകളിൽ നിന്ന് ഡിലീറ്റ് ആക്കുന്നത്. ഈ കാര്യങ്ങളെല്ലാം മിനിസ്ട്രി ഓഫ് ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി ശ്രീ അശ്വിനി വൈഷ്ണവിന്റെ ഉത്തരവാദിത്തത്തിലാണ് നടക്കുന്നത്. IT മിനിസ്റ്റർ കൂടാതെ വേറെ മിനിസ്റ്ററിനും സോഷ്യൽ മീഡിയ കണ്ടന്റ് ബ്ലോക്ക് ചെയ്യിപ്പിക്കാനുള്ള അധികാരം കൊടുക്കാനും നോക്കുന്നുണ്ട്. എന്റെ ചോദ്യം ഇതാണ്, എന്തിനാണ് BJP സർക്കാർ ഇങ്ങനെ പേടിക്കുന്നത്? എന്ത് പറ്റി പ്രധാനമന്ത്രിക്ക് ഇത്ര വിഷമം വരാൻ? മോദിജി എപ്പോഴും പറയാറുള്ളതല്ലേ ക്രിട്ടിസൈസം മേക്ക് ഡെമോക്രസി സ്ട്രോങ് എന്ന്. പിന്നെ എന്ത് പറ്റി മോദിജി? ഞങ്ങളെ പോലെയുള്ളവർ ഗവൺമെന്റിനോട് അക്കൗണ്ടബിലിറ്റിയും റെസ്പോൺസിബിലിറ്റിയും ചോദിക്കുന്നു. ഇതെല്ലാം ഇന്ത്യയിലെ ജനങ്ങൾക്ക് സത്യം അറിയാൻ വേണ്ടി മാത്രമാണ്. UP-യിൽ ഒരു ചായക്കടക്കാരനോട് LPG ഷോർട്ടേജ് ഉണ്ടോ എന്ന് ചോദിച്ച ജേർണലിസ്റ്റിനെ വ്യാജ കേസ് ജയിലാക്കി. ആസാമിൽ LPG ഷോർട്ടേജിനെ പറ്റി മിണ്ടിയാൽ മിസ് ഇൻഫർമേഷൻ എന്ന പേരിൽ കേസ് എടുക്കുമെന്ന് ആസാം പോലീസ് പരസ്യമായി പോസ്റ്റ് ഇട്ടു. ഇതാണ് ഇന്ത്യയിലെ ഫ്രീഡം ഓഫ് സ്പീച്ചിന്റെ ഇപ്പോഴത്തെ അവസ്ഥ. ഇനി കേരളത്തിലുള്ള ജനങ്ങളോടാണ്. നാളെ ഇതേപോലുള്ള ഒരു സർക്കാർ കേരളത്തിൽ വന്നാൽ അവർ തെറ്റോ അഴിമതിയോ കാണിച്ചാൽ നമ്മൾ അവർക്ക് ചോദ്യങ്ങൾ ചോദിച്ചാൽ നമ്മളെ ദേശദ്രോഹി എന്ന് മുദ്രകുത്തി ജയിലിൽ അടക്കില്ലെന്ന് എന്താണ് ഉറപ്പ്? നിങ്ങൾ ഓർക്കണം, നമ്മുടെ പ്രധാനമന്ത്രി മോദിജി കഴിഞ്ഞ 12 വർഷമായിട്ട് ഒരു ലൈവ് പ്രസ് കോൺഫറൻസ് പോലും നടത്തിയിട്ടില്ല. പക്ഷേ മൻമോഹൻ സിംഗ് അങ്ങനെയല്ലായിരുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണാം ആരാണ് യഥാർത്ഥത്തിൽ നട്ടലുള്ള പ്രധാനമന്ത്രി എന്ന്.